ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചത്തെ ഇരുളിനെയും തമ്മിൽ വേർപിരിച്ചു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴും ശൂന്യവുമായപ്പോൾ അതിന് പുറകിൽ വ്യാപരിച്ച ഇരുളിനെ പൂർണ്ണമായും തുടച്ചു നീക്കണമെന്ന് ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്നാൽ ദൈവം ആ ഇരുളിനെയും ഇരുട്ടിൻ്റെ പ്രവൃത്തികളെയും പൂർണ്ണമായി നീക്കം ചെയ്യാൻ ദൈവം ആദ്യം അയച്ചത് തൻ്റെ വചനമാണ്. ദൈവം പറഞ്ഞു, വെളിച്ചം ഉണ്ടാകട്ടെ. ദൈവം പറഞ്ഞതുപോലെ വെളിച്ചം ഉണ്ടായി. ദൈവം ആ വെളിച്ചത്തെ നല്ലതെന്ന് കണ്ടു. വെളിച്ചം വന്നു കഴിഞ്ഞപ്പോൾ ഇരുട്ട് ഒരു ഭാഗത്തേക്ക് നീങ്ങാൻ തുടങ്ങി. ദൈവം അതിനെ വേർതിരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇരുട്ട് പൂർണ്ണമായും നീങ്ങിപ്പോയിട്ടില്ല. പക്ഷെ ഇന്ന് പകലൊരു വെളിച്ചം ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നല്ലതാണ്. നിങ്ങൾ കേൾക്കുന്ന ഈ വചനം നല്ലതാണ്. അത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് നല്ലതാണ്. ഇന്ന് പകൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഉപവസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ദൈവത്തിന് ഇരുളിനെ പൂർണ്ണമായും നീക്കുവാൻ പദ്ധതിയുണ്ട്. എന്നാൽ ആ ദൈവിക പദ്ധതിയുടെ ആദ്യ ദിനം ദൈവം ചെയ്ത പ്രവൃത്തിയെ ദൈവം നല്ലതെന്ന് കണ്ടെങ്കിൽ, പാഴും ശൂന്യവുമായിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഇന്നു പകൽ ദൈവം അയക്കുന്ന ഈ വചനം നല്ലതാണ്. ഇരുള് പൂർണ്ണമായി നീങ്ങിപ്പോയിട്ടില്ല. ചില ബന്ധനങ്ങൾ ജീവിതത്തിലുണ്ട്. വേണ്ടതുപോലെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ബന്ധിക്കപ്പെട്ട അനുഭവങ്ങൾ കുടുംബത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വചന കേൾവി നല്ലതാണ്. ഒരു ശബ്ദമാണ് ഇന്ന് പകൽ മുഴങ്ങുന്നത്. അത് നല്ലതാണ്. ദൈവം അത് നല്ലതെന്ന് കണ്ടു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ തന്നെ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇരുളിൻ്റെ വാഴ്ചയ്ക്ക് ദൈവം ഒരു അതിര് കൽപ്പിച്ചു. വെളിച്ചം പ്രകാശിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, പിന്നീട് അങ്ങോട്ട് നാം കാണുന്നത് ശബ്ദങ്ങളുടെ പരമ്പരയാണ്. ദൈവം സൃഷ്ടിച്ചുണ്ടാക്കിയ ഭൂമിയിൽ, പാഴ്ശൂന്യമായിരുന്ന ഭൂമിയിൽ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം പറഞ്ഞു, അതത് തരം വിത്തുള്ള ഫലം പുറപ്പെടുവിക്കുന്ന സസ്യങ്ങൾ മുളച്ചു വരട്ടെ. ദൈവം പറഞ്ഞതുപോലെ ആ പാഴായ ഭൂമിയിൽ പിന്നെയും പിന്നെയും ദൈവത്തിൻ്റെ ശബ്ദത്താൽ സൃഷ്ടിപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇന്നില്ലാത്തതിനെ നാളെ ദൈവം വെച്ചു പിടിപ്പിക്കും. ദൈവത്തിന് സകലവും സാധ്യമാണ്. നിരാശപ്പെടേണ്ട. നിങ്ങളുടെ ജീവിതത്തെ ശൂന്യമാക്കിയ, പാഴാക്കി കളഞ്ഞ, ദൈവത്തിൻ്റെ പദ്ധതിയെ, ദൈവത്തിൻ്റെ സൃഷ്ടിയെ പാഴാക്കിയ ഇരുളിനെ പൂർണ്ണമായി നീക്കം ചെയ്യാൻ ദൈവത്തിന് ആലോചനയുണ്ട്, പദ്ധതിയുണ്ട്. നിങ്ങൾ ക്ഷമയോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന വചനം നല്ലതാണ്. ഇന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ആത്മീകമായൊരു വെളിച്ചം നിങ്ങളിലുണ്ടെങ്കിൽ അത് നല്ലതാണ്. ദൈവം അത് നല്ലതെന്ന് കണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആത്മീകമായി വയ്ക്കുന്ന ഏതൊരു സ്റ്റെപ്പും നല്ലതാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.